നന്നായിട്ടൊന്ന് മനസ്സിലാലോചിക്കുക. ആ സിനിമയിലെ ക്യാരക്ടേഴ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഓക്കെ, ഒരു മൂവി ഇപ്പോൾ ഉണ്ട്. ഓക്കെ, മലയാളം മൂവിയാണ്. ഓക്കെ ഫൈൻ, നമ്മൾ അടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വിത്ത് യുവർ പെർമിഷൻ ഐ എം ഹോൾഡിംഗ് മൈ ഹാൻഡ്സ് ഹിയർ. ഓക്കെ, ബീറ്റ്സ് ആർ നോർമൽ, ദർ ഈസ് നോ ചേഞ്ചസ്. സോ ക്യാരക്ടേഴ്സിനൊന്ന് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പം കുറച്ച് പാടാ. ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് പുതിയതോ പഴയതാണെന്ന് മാത്രം മനസ്സിലെന്ന് ആലോചിച്ചേ. ഇടത്തരമാണ്. ഓക്കെ ഫൈൻ. ഞാനിത് പറഞ്ഞ വിഷയം കറക്റ്റ് ആണെങ്കിൽ എന്നെ ഒന്ന് ഹഗ് ചെയ്യണം. ശിവ യു ആർ ഓസം എന്ന് പറയണം. ഓക്കെ, ഐ വിൽ ട്രൈ. സോ ഇപ്പം മനസ്സിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മലയാളം ചിത്രമുണ്ട്. സാർ അഭിനയിച്ചിട്ടുള്ള ചിത്രം തന്നെയാണ്. ആൻഡ് ദ മെയിൻ ക്യാരക്ടർ റോൾ ഗോസ് ടു വൺ ആൻഡ് ഓൺലി ഫേവറേറ്റ് യൂണിവേഴ്സൽ സ്റ്റാർ മമ്മൂട്ടി. And maybe the movie name is, ആക്ച്വലി ഈ സിനിമ എന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ടൊരു പടമാണ്. സലമിക്ക മനസ്സിൽ വിചാരിക്കുന്നു. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് പ്രജാപതി. ശരി. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ കമ്മിങ്. ഒരു ഹഗ്ഗും കൂടെ പ്ലീസ്. വാട്ട് എ മൊമെന്റ്. അതൊരു ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആണ്. താങ്ക് യു.